ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മോഡ്യൂൾ 5 നമ്മുടെ പവർ ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ഒരു റിവിഷൻ വീഡിയോ ആണത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഒരു കമ്പാരിസൺ ടേബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈസി ആയിട്ട് പോയിന്റ്സ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പവർ ഡിവൈസ് UJTയും BJT ആണ്. സോ നമ്മൾ UJTയുടെയും BJTയുടെയും ഒരു കമ്പാരിസൺ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ UJTയും പഠിക്കാം BJTയും പഠിക്കാം, അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ കൂടെ നമുക്ക് നോക്കാം. സോ UJT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതിൽ ഒരു സിംഗിൾ ജംഗ്ഷൻ മാത്രമാണ് ഉള്ളത്. ആൻഡ് BJT സ്റ്റാൻഡ്സ് ഫോർ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അത് നമുക്കറിയാം. ഇനി UJT എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ 3 ടെർമിനൽ സെമി കണ്ടക്ടർ സ്വിച്ചിങ് ഡിവൈസ് വിത്ത് ഓൺലി 1 ജംഗ്ഷൻ. അപ്പൊ 3 ടെർമിനൽ ഉണ്ട്. BJTയും അതേപോലെ തന്നെയാണ് 3 ടെർമിനൽ 3 ലെയർ സെമി കണ്ടക്ടർ ഡിവൈസ് വിച്ച് ക്യാൻ വർക്ക് ആസ് സ്വിച്ച് ആയിട്ടും വർക്ക് ചെയ്യും, BJT ആംപ്ലിഫയർ ആയിട്ടും വർക്ക് ചെയ്യും. ഓക്കെ, UJT മെയിൻ ആയിട്ട് സ്വിച്ചിങ് പർപ്പസിന് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ചിലപ്പോൾ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ഓരോ ഈ പറഞ്ഞ പോലെയുള്ള ഡിവൈസുകളുടെ എത്ര ലെയർ ആണ്, അതുപോലെ തന്നെ എത്ര ടെർമിനൽസ് ആണ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ എത്ര ജംഗ്ഷൻസ് ആണ് വരുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. കുറെ ഡിവൈസസ് നമുക്ക് പഠിക്കാം. ഈ പറഞ്ഞ പോലെ UJT, BJT, IGBT, ഡയാക്ക്, ട്രയാക്ക്, SCR. അപ്പോൾ ഇതിന്റെ ഒക്കെ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഇത് മാത്രം കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പഠിക്കുന്ന ആ ഒരു ഇത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഇത് ഇവിടെ UJT കാണിച്ചിട്ടുണ്ട്. അപ്പൊ UJTയുടെ ടെർമിനൽസ് ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് വരുന്ന ടെർമിനൽസ് എന്ന് പറയുന്നത് 2 ബേസ് ഉണ്ട് അല്ലെ, 3 ടെർമിനൽ ആണെന്ന് പറഞ്ഞു. ബേസ് 1, ബേസ് 2, പിന്നെ വരുന്ന ഒരു ടെർമിനൽ എമിറ്റർ ടെർമിനൽ ആണ്. ഓക്കെ, UJTയുടെ 3 ടെർമിനൽസ്, ബേസ് 1, ബേസ് 2, എമിറ്റർ. ഒരു സിംഗിൾ ജംഗ്ഷൻ മാത്രമാണ് UJTക്ക് ഉള്ളത്. BJTയുടെ കേസ് നമുക്ക് പിന്നെ അറിയാം. BJTയുടെ കേസ് എമിറ്റർ, ബേസ്, കളക്ടർ ആണ് 3 ടെർമിനൽസ് വരുന്നത്. ഓക്കെ, UJTയുടെ സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് എ സിമ്പിൾ ഓഫ് UJT, അതായത് 2 ബേസും ഒരു എമിറ്ററും. BJTയുടെ സിമ്പിൾ നമുക്ക് അറിയാം, അതിൽ NPNലും അതുപോലെ തന്നെ PNPയുടെയും സിമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്പർ ഓഫ് ജംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. UJT എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ സിംഗിൾ ജംഗ്ഷൻ, ഒരു ജംഗ്ഷൻ ആണ്. BJTക്ക് നമുക്ക് അറിയാം അല്ലെ, 2 PN ജംഗ്ഷൻസ് ഉണ്ടാവും. BJTയിൽ 2 PN ജംഗ്ഷൻസ് ഉണ്ടാവും. UJT has only 2 layers of semiconductor. One is P type and other is N type. ലെയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ UJTയിൽ ഒരു Pയും അതുപോലെ തന്നെ ഒരു Nഉം. അതേപോലെ BJTയുടെ കേസ് ആവുമ്പോഴോ അവിടെ നമുക്ക് 3 ലെയേഴ്സ് ഉണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ PNP ആണെങ്കിൽ 3 ലെയർ, NPN ആണെങ്കിൽ 3 ലെയർ അല്ലെ. അത് ആ ടൈപ്പിനനുസരിച്ചിട്ട് PNPയിലാണെങ്കിൽ 2 Pയും ഒരു N ലെയറും, അതുപോലെ തന്നെ NPNന്റെ കേസിലാണെങ്കിൽ 2 Nഉം ഒരു Pയും. അതാണ് നമ്പർ ഓഫ് ലെയേഴ്സ് പറയുന്നത്. UJTയുടെ മറ്റൊരു പേരാണ് ഡബിൾ ബേസ് ഡയോഡ്. UJTക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഡബിൾ ബേസ് ഡയോഡ്. അതങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, അതിന് 2 ബേസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അത് ചോദിക്കാം, ഡബിൾ ബേസ് ഡയോഡ് എന്ന് അറിയപ്പെടുന്ന ഏതാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് 3-4 ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതറിയണം. ഓക്കെ, അപ്പൊ BJT നമ്മൾ ജസ്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ UJT നമ്മൾ എന്ത് പറയുന്നു, ഡബിൾ ബേസ് ഡയോഡ് എന്നും കൂടെ UJTക്ക് ഒരു പേരുണ്ട്. ഇനി നമുക്ക് UJTയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ അധികം ടൈപ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് നോർമൽ UJT ഉണ്ട്, കോംപ്ലിമെന്ററി UJT എന്ന് പറയുന്നുണ്ട്, പ്രോഗ്രാമബിൾ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ട്. നമ്മൾ പറയാം BJTയുടെ ടൈപ്സിൽ നമുക്ക് NPNഉം NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും ആണ്. ഇനി ഇതിന്റെ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ UJTയിൽ കണ്ടക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതുകൊണ്ട് തന്നെ UJT എന്ന് പറയുന്നത് യൂണിപോളാർ ഡിവൈസ് ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. അതായത് UJT എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഇതിന്റെ കണ്ടക്ഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് ഓഫ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ട് മാത്രമാണ്. BJTയുടെ കാര്യം നമുക്കറിയാം, ഇറ്റ് ഇസ് എ ബൈപോളാർ ഡിവൈസ്. ഇവിടെ നമുക്ക് മൂവ്മെന്റ് ഓഫ് ബോത്ത് മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും അല്ലെ. കണ്ടക്ഷന് കാരണമാവുന്നത് മെജോറിറ്റി കാരിയേഴ്സിന്റെയും മൈനോറിറ്റി കാരിയേഴ്സിന്റെയും മൂവ്മെന്റ് ആണ്. സോ ദാറ്റ്സ് വൈ BJT ഈസ് കോൾഡ് ആസ് എ ബൈപോളാർ ഡിവൈസ്. നൗ UJT നമുക്ക്
can only be used as a semiconductor switch. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ UJT മെയിൻ ആയിട്ട് സ്വിച്ചിങ് ആപ്ലിക്കേഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം BJT എന്ന് പറയുന്നത് നമ്മൾ സ്വിച്ച് ആയിട്ടും യൂസ് ചെയ്യും, അതേസമയം ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യും. സ്വിച്ച് ആയിട്ടും യൂസ് ചെയ്യും, ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യും. പക്ഷെ UJT മെയിൻ ആയിട്ട് സ്വിച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് type of device, another important point, that is UJT is a voltage control device, and the BJT, it is a current control device. BJT current control device ആണ്, but UJT is a voltage control device. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ UJT നമ്മൾ റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്, അതുപോലെ പൾസ് ജനറേറ്റിംഗ് സർക്യൂട്ട്സ്, ട്രിഗറിംഗ് സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യും. അതേസമയം BJTക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. സ്വിച്ചിങ് കൂടാതെ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ സ്വിച്ചിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ആംപ്ലിഫയേഴ്സിലും കൺവേർട്ടേഴ്സിലും ഒക്കെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് BJT. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ UJT ആൻഡ് BJT. നമ്മൾ ഡിഫറൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ UJTയുടെയും BJTയുടെയും എല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ്സും നോക്കിക്കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് IGBT ആൻഡ് MOSFET. IGBT ആൻഡ് MOSFET അടുത്ത പവർ ഡിവൈസിൽ വരുന്നതാണ് IGBT MOSFET. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ MOSFETും BJTയും കൂടി ചേർന്ന ഒരു സംഭവമാണ് ഈ IGBT എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് BJT പഠിക്കും, പിന്നെ നമ്മൾ MOSFET പഠിക്കും, പിന്നെയാണ് IGBT പഠിക്കുക. നോക്കൂ, അത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ MOSFETന്റെ കേസിൽ MOSFET എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ടെർമിനൽസ് സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ അല്ലെ. BJTക്ക് ആണെങ്കിൽ സോഴ്സിനെ പോലെ തന്നെയാണ് എമിറ്റർ, ഗേറ്റിന് പോലെ ബേസും അതുപോലെ ഡ്രെയിൻ എന്ന് പറയുന്ന കളക്ടർ ആയിട്ടും വരുന്നതാണ് നമ്മളെ BJT. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എമിറ്റർ, കളക്ടർ, ഗേറ്റ് എന്ന് പറയുന്ന ടെർമിനലോട് കൂടി വരുന്നതാണ് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന IGBT. അപ്പൊ അതൊന്നും അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. MOSFET പ്ലസ് BJT ആണ് നമ്മൾ IGBT. അതായത് ഇതിന്റെ ടെർമിനൽസ് BJTയുടെ എമിറ്ററും കളക്ടറും അതുപോലെ തന്നെ MOSFETന്റെ ഗേറ്റ് ടെർമിനലും കൂടെ ചേരുന്നതാണ് നമ്മളുടെ IGBT എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. IGBT MOSFETും കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ IGBT എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. MOSFET നമുക്കറിയാം, ഇറ്റ് ഈസ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് ഇഫക്ട് ട്രാൻസിസ്റ്റർ. അതൊരു ടൈപ്പ് ഓഫ് ഫെറ്റ് ആണ്, ടൈപ്പ് ഓഫ് ഫീൽഡ് ഇഫക്ട് ട്രാൻസിസ്റ്റർ ആണ് MOSFET എന്ന് പറയുന്നത്. Now IGBT, it is a 3-terminal semiconductor switching device used in electronic circuits for switching and amplification. നമ്മളിപ്പോ കണ്ടു IGBTയുടെ ടെർമിനൽസ് ഏതാണെന്നുള്ളത്. ഇനി MOSFET എന്ന് പറയുന്നത് നമ്മൾ അത് ചില ബുക്സിൽ ഈ പറയുന്ന പോലെ അതിന് 4 ടെർമിനലിനും ചിലത് അത് 3 ടെർമിനലിനും പറയുന്നുണ്ട്. ആ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ചിലത് ടെർമിനൽസ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ 4 ടെർമിനൽസ് എന്ന് പറയാനുള്ള കാരണം. നോർമലി നമുക്ക് സോഴ്സും, MOSFETന്റെ കേസിൽ സോഴ്സും ഗേറ്റും ഡ്രെയിനും ആണ്. അതിന്റെ ബോഡി ഓർ സബ്സ്ട്രേറ്റ് ചിലതിൽ അങ്ങനെ അതൊരു ടെർമിനൽ ആയിട്ട് പറയാറുണ്ട്. പക്ഷേ ആക്ച്വലി ആ ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെർജ്ഡ് വിത്ത് സോഴ്സ്. ഓക്കെ, നമ്മള് ഫിസിക്കലി നമ്മൾ ടെർമിനൽസ് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും അത് 3 ടെർമിനൽസേ വരുള്ളൂ. ആ ബോഡി ഓർ സബ്സ്ട്രേറ്റ് ഒരു എക്സ്ട്രാ ടെർമിനൽ ആയിട്ട് പറയുമ്പോഴാണ് അതിനെ 4 ടെർമിനൽസ് എന്ന് പറയുന്നത്. സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ ആൻഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി IGBTയുടെ ടെർമിനൽസ് നമുക്കറിയാം എമിറ്ററും ഗേറ്റും കളക്ടറും. ഇനി PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ IGBT has PN junction in its construction, and in case of MOSFET it does not have PN junction in its construction. അത് വരുന്നില്ല. ഇനി IGBT is suitable for medium to high current conduction and controlling, but in case of MOSFET it is suitable for low to medium current conduction controlling ലാണ് നമ്മൾ MOSFET വരുന്നത്. ഇനിയുള്ള പോയിന്റ് ആയിട്ട് സ്വിച്ചിങ് സ്പീഡിനെ കുറിച്ചാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാസ്റ്റസ്റ്റ് സ്വിച്ചിങ് ആയിട്ടുള്ള ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഈ പറഞ്ഞ പോലെ BJT, UJT, IGBT, MOSFET എന്ന് പറഞ്ഞ ഓപ്ഷൻ തരും. ആൻഡ് ഇറ്റ് ഈസ് MOSFET. സ്വിച്ചിങ് സ്പീഡ് ഏറ്റവും കൂടുതലുള്ളത് MOSFETലാണ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. IGBTയുടെ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ആൻഡ് അബൌട്ട് സാച്ചുറേഷൻ വോൾട്ടേജ് ഫോർ IGBT, the saturation voltage is low, and for MOSFET it is high. And കോസ്റ്റിന്റെ കേസിലാണെങ്കിൽ IGBT ആണ് കുറച്ചുകൂടെ കോസ്റ്റ്ലിയർ. ആപ്ലിക്കേഷൻ IGBTയുടെ നമ്മൾ high power AC applications such as in inverter circuit, and MOSFET എന്ന് പറയുന്നത് it is used in low power DC application like in power supplies. Okay, so that's about IGBT and MOSFET. IGBT പഠിച്ചു, MOSFET പഠിച്ചു, അതിന്റെ കമ്പാരിസണും പഠിച്ചു. Okay, അടുത്തത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡയാക്കും ട്രയാക്കും ആണ്. ഡയാക്കും ട്രയാക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അതിന്റെ ഫുൾ ഫോം നോക്കാം. ഡയാക് എന്ന് പറയുന്നത് ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറന്റ്, ആൻഡ് ട്രയാക് ഈസ് ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ആ ഒരു വേർഡിൽ മാത്രമേ, ഡിയിലും ടിയിലും മാത്രമാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുൾ ഫോം ചിലപ്പോൾ നമ്മൾ നോക്കാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നം വരും. കാരണം ചിലപ്പോൾ ഫുൾ ഫോംസ് ചോദിക്കാറുണ്ട്.
ഓക്കെ, അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് വരുന്ന ഈ അബ്രീവിയേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ഫോംസ് എല്ലാത്തിനെയും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇനി എന്താണ് ഡയാക് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടു ടെർമിനൽ പവർ സെമികണ്ടക്ടർ ഡിവൈസ് മെയ്ഡ് ബൈ കമ്പൈനിങ് ടു SCRs in anti parallel without the gate terminals. ഓക്കെ, രണ്ട് SCR, ഈ പറഞ്ഞ രണ്ടും ഡയാക് ആണെങ്കിലും ട്രയാക് ആണെങ്കിലും SCR കമ്പൈൻ ചെയ്തിട്ടാണ് ഈ രണ്ടും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാക്കിനകത്ത് ഗേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ബൈഡയറക്ഷണൽ സെമികണ്ടക്ടർ അൺകൺട്രോൾഡ് സ്വിച്ച്. അതാണ് ഡയാക് എന്ന് പറയുന്നത്. അതേസമയം ട്രയാക്കും ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ കമ്പൈനിങ് ടു SCR in anti-parallel with gate terminal and it acts as a bidirectional semiconductor controlled switch. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡയാക്കും ട്രയാക്കും കാണിച്ചിട്ടുണ്ട്. അപ്പൊ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ട് SCRs ആന്റി പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടാണ് ഡയാക്കും ട്രയാക്കും ഫോം ചെയ്യുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രയാക്കിനകത്താണ് ഗേറ്റ് ടെർമിനൽ വരുന്നത്, ഡയാക്കിൽ ഗേറ്റ് ടെർമിനൽ വരുന്നില്ല. ഓക്കെ, സോ ഇനി അടുത്തത് എന്താണ് നമ്മൾ പറയുന്നത്, അതിന്റെ ടെർമിനൽസ് തന്നെയാണ്, ടു ടെർമിനൽ ആണ്. ഡയാക് അതുകൊണ്ട് തന്നെ രണ്ട് ടെർമിനൽസ് ആണ് വരുന്നത്, MT1 ആൻഡ് MT2, മെയിൻ ടെർമിനൽ 1 ആൻഡ് മെയിൻ ടെർമിനൽ 2 എന്ന് പറയുന്നത്. ട്രയാക്കിലാണെങ്കിൽ നമുക്ക് 3 ടെർമിനൽസ് വരുന്നുണ്ട്, MT1 MT2, മെയിൻ ടെർമിനൽ 1 മെയിൻ ടെർമിനൽ 2, പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഗേറ്റ്. ഓക്കെ, ഇനി ഈ ഡയാക് എന്ന് പറഞ്ഞ ആക്ട് ആസ് എൻ അൺകൺട്രോൾഡ് ബൈഡയറക്ഷണൽ സ്വിച്ച്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഈസ് അൺകൺട്രോൾഡ് ബൈഡയറക്ഷണൽ സ്വിച്ച് ആണ് ഡയാക് എന്ന് പറയുന്നത്. അതേസമയം ട്രയാക് ഈസ് എ കൺട്രോൾഡ് ബൈഡയറക്ഷണൽ സ്വിച്ച്. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഗേറ്റ് ടെർമിനൽ. ഗേറ്റ് ടെർമിനൽ നമുക്ക് ഡയാക്കിൽ ഗേറ്റ് ടെർമിനൽ ഉണ്ടാവില്ല, ട്രയാക്കിലാണ് നമുക്ക് ഒരു ഗേറ്റ് ടെർമിനൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഫയറിംഗ് ആംഗിൾ, ഡയാക് does not have firing angle and in case of triac there is a firing angle varying from 0 degree to 180 degree for positive half cycle and 180 degree to 360 degree for negative half cycle. ഓക്കെ, പവർ റേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡയാക്കിന്റെ ലോ ആയിരിക്കും, അതേസമയം ട്രയാക്കിന്റെ വെരി ഹൈ ആണ്. വോൾട്ടേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഡയാക് cannot block the voltages more than 30 volt. Okay, ട്രയാക്കിനാണെങ്കിൽ it can block very high voltages in the range of 600 volts to 1000 volt. പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ലോ ആണ് ഡയാക്കിന്, റിലേറ്റീവ്ലി ഹൈ ആണ് ട്രയാക്കിന്. ഓക്കെ, ഇനി ട്രിഗറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാക്ക് ട്രിഗർ ചെയ്യാനായിട്ട് വോൾട്ടേജ് അബൌവ് ദ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ട്രയാക്കിനാണെങ്കിൽ ഇറ്റ് ഈസ് ട്രിഗർഡ് ബൈ അപ്ലൈയിങ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഗേറ്റ് പൾസ്. ആൻഡ് ആപ്ലിക്കേഷൻസ് നോക്കാം. ആപ്ലിക്കേഷൻസ് നമ്മൾ ഡയാക്ക് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് AC സ്വിച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ട്രിഗർ മറ്റ് പവർ സെമികണ്ടക്ടർ ഡിവൈസസ് ട്രിഗർ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. ട്രയാക്കിനാണെന്നുണ്ടെങ്കിൽ സ്വിച്ചിങ്, ചോപ്പർ സർക്യൂട്ട്, ഡിമ്മർ ഫോർ ലാമ്പ്, മോട്ടോർ സ്പീഡ് കൺട്രോൾ, ഫേസ് കൺട്രോൾ, അങ്ങനെയുള്ള കുറെ അധികം ആപ്ലിക്കേഷൻസ് ആണ് ട്രയാക്കിന് വരുന്നത്. അപ്പൊ നമ്മൾ ഡയാക്കിനെ കുറിച്ചും പഠിച്ചു, ട്രയാക്കിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് SCR എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു എക്സാം എടുത്താലും, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം എടുത്താലും അതിൽ പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SCR-നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് SCR-നെ കുറിച്ച്. SCR എന്ന് പറയുമ്പോൾ നമ്മൾ SCR പഠിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഈ പറഞ്ഞ പോലെ ട്രിഗറിംഗ് ആൻഡ് കമ്മ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നമ്മുടെ കോഴ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. SCR എന്ന് പറയുന്നത് എന്താണ്? സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, ദാറ്റ് ഈസ് SCR. അതിന് എത്ര ടെർമിനൽസ് ആ വരുന്നത്? 3 ടെർമിനൽസ്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ ആനോഡും കാഥോഡും ഗേറ്റ് ടെർമിനലും. ആനോഡ്, കാഥോഡ്, ഗേറ്റ് ടെർമിനൽ. യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഓക്കെ, ഇത് ഫോർവേഡ് ബയസിംഗിൽ മാത്രമാണ് കണ്ടക്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് കൺട്രോൾ ഡിവൈസ് സിൻസ് ഇറ്റ് ഹാവ് ഗേറ്റ് ടെർമിനൽ, അല്ലെ, ഗേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു കൺട്രോൾ ഡിവൈസ് ആണ്. പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഹൈ ആണ്. ഓക്കെ, ഇനി അതിൽ നമ്മൾ ഇൻവെർട്ടർ, ചോപ്പർ, റെക്ടിഫയർ ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലെയേഴ്സ് കണ്ടില്ലേ? PN 4 ലെയേഴ്സും എത്ര ജംഗ്ഷൻസ് ആണ് വരുന്നത്? 3 ജംഗ്ഷൻസും. അതും കൂടെ നോട്ട് ചെയ്യുക. അപ്പൊ നമ്മളുടെ ടെർമിനൽസ് എന്ന് പറയുന്ന ആനോഡ്, കാഥോഡ്, ഗേറ്റ്, 4 ലെയേഴ്സ്, 3 ജംഗ്ഷൻ, ആൻഡ് ദാറ്റ് ഈസ് SCR. ഓക്കെ,
ഇനി നമ്മൾ അതിൽ ഞാൻ പറഞ്ഞു ട്രിഗറിങ്ങും കമ്മ്യൂട്ടേഷനും. അതായത് SCRനെ നമ്മൾ ടേൺ ഓൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രിഗറിങ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ SCRനെ നമ്മൾ ഫോർവേഡ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ നിന്നും ഫോർവേഡ് കണ്ടക്ഷൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ടേൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രിഗറിങ് എന്ന് പറയുന്നത്. ട്രിഗറിങ് നമുക്ക് പലതരത്തിൽ ചെയ്യാം. ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്, ടെമ്പറേച്ചർ ഓർ തെർമൽ ട്രിഗറിങ്, റേഡിയേഷൻ ഓർ ലൈറ്റ് ട്രിഗറിങ്, dV/dt ട്രിഗറിങ്, ഗേറ്റ് ട്രിഗറിങ്, അങ്ങനെയുള്ള കുറെ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സിൽ ട്രിഗറിങ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പൊ നമ്മൾ ഓൺ ചെയ്യുന്ന കാര്യമാണ് അല്ലെ പറഞ്ഞത്. ഇതേപോലെ തന്നെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ SCRനെ അല്ലെങ്കിൽ തൈറിസ്റ്ററിനെ രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. Okay, and it is a necessary mechanism for obtaining the controlled output in many of the thyristor circuit. വളരെ ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂട്ടേഷൻ. അത് നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഉണ്ട്, നമുക്ക് ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനും വരുന്നുണ്ട്. ആ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ അതിന് പിന്നെ കുറേ അധികം ക്ലാസ്സസ്, ക്ലാസ് ABCDEF എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. ഇത് ഏത് ക്ലാസ്സിൽ വരുന്നതാണ് ചിലപ്പോൾ. ക്ലാസ് A എന്ന് പറഞ്ഞാൽ സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് ബൈ റെസൊനേറ്റിംഗ് ലോഡ്, B is self commutated by LC circuit, and class C LC is switched by another load carrying SCR. ഇനി class D ആണെങ്കിൽ C or LC is switched by auxiliary SCR. class E ആണെങ്കിൽ external pulse source for commutation യൂസ് ചെയ്യുന്നത്. class F എന്ന് പറഞ്ഞ AC line commutation. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ external pulse source for commutation യൂസ് ചെയ്യുന്നത് ഏത് ക്ലാസ് ആണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 ക്ലാസിന്റെ 6 ക്ലാസ്സും എങ്ങനെയാണ്, ആ ക്ലാസിഫിക്കേഷൻ വന്നത് എന്താണെന്നുള്ള ഡീറ്റെയിൽ കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ട്രിഗറിങ്ങും കമ്മ്യൂട്ടേഷനും SCRൽ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് SCR.